വന്നത് ഈ വീഴ്ചയെ പറ്റിയാണ്. വെൽക്കം ബാക്ക് ടു മൊറോക്കോ എപ്പിസോഡ് നമ്പർ 3. നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയ സഹാറ ഡെസേർട്ടിലെ ക്യാമൽ റൈഡ്. 1.5 മണിക്കൂർ നീളുന്ന ക്യാമൽ റൈഡ് എന്ത് ബ്യൂട്ടിഫുൾ ആണെന്ന് അറിയാമോ? ഡെസേർട്ടിന്റെ അകത്തേക്ക് ചെല്ലും തോറും ഭംഗി കൂടിയിരുന്നു. അതിന്റെ കൂട്ടത്തിലുള്ള സൺസെറ്റ് ആണെങ്കിൽ അടിപൊളിയായിരുന്നു. നിങ്ങൾ 18 പേര് ഇങ്ങനെ ക്യാമലിന്റെ പുറത്ത് വരിവരായിട്ട് പോകുന്നതും അവിടുത്തെ മണലൊക്കെ കാണുമ്പോഴും എനിക്ക് ഓർമ്മ വരുന്നത് ആടുജീവിതം സിനിമയും അതിലെ പാട്ടുമാണ്. സോ ഞങ്ങൾക്ക് ആക്ടിവിറ്റി ആയിട്ട് സാൻഡ് ബോർഡിങ്ങും ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. ഈ വീഴ്ചയിലാണ് എന്റെ പെഡലിന്റെ ബാക്കി കൂടി ഒളിക്കിയത്. അപ്പൊ നമ്മുടെ ട്രാവൽ പാർട്ണറെ മറക്കണ്ട, ട്രൈബ്സിക്കയാണ്. പരിചയമില്ലാത്ത 18 പേരെയും ഒത്തുചേർത്തൊരു ഫാമിലി ആക്കിയ ട്രൈബ്സിക്കയ്ക്ക് ഒരുപാട് നന്ദി. അതിനുശേഷം ഞങ്ങൾ നേരെ ക്യാമ്പിംഗ് സൈറ്റിലേക്ക് പോയി. സഹാറ ഡെസേർട്ടിന്റെ നടുക്കുള്ള ഒരു ക്യാമ്പിംഗ് സൈറ്റ് ആണ്. എന്ത് രസമാണെന്ന് അറിയുമോ? ഇതാണ് ഞങ്ങളുടെ 3 പേരുടെ റൂം. രാത്രി ആയപ്പോഴത്തേക്കും തണുപ്പ് കൂടി വന്നു. എന്റെ പെഡലിന്റെ വേദനയും നല്ല പെയിൻ ഉണ്ടായിരുന്നു. അവസാനം ഞങ്ങളുടെ ഡിന്നർ കഴിക്കാൻ റെഡി. ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ്. എവിടെ പോയാലും ഫുഡിന്റെ മേലെ കമന്ന് കിടക്കുന്ന ഞാൻ മൊറോക്കോയിലെ ഫുഡ് മാത്രം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. വളരെ ലിമിറ്റഡ് മെനു ആണ്. ആ പേര് തന്നെ മാറ്റിയും തിരിച്ചുള്ള വിഭവങ്ങളായിരിക്കും നമുക്ക് തരുന്നത്. പക്ഷെ വിശപ്പുള്ളത് കൊണ്ട് എന്തൊക്കെയോ വച്ച് വലിച്ചു കയറ്റിയെന്ന് എന്നെ പറയാം. ഇവിടെ ഒന്നും സ്ഥലം കിട്ടാത്തത് കൊണ്ട് മൊറോക്കോയിൽ പോയി നടുവടിച്ചതുപോലെയാണ് എന്റെ അവസ്ഥ. പെഡലി നല്ല സീൻ ഉണ്ടായിരുന്നു. വേദന സഹിക്കാൻ വയ്യായിരുന്നു. 2 ദിവസം കഴിഞ്ഞിട്ടുള്ള അസ്ലിന്റെ ബർത്ത്ഡേക്ക് സർപ്രൈസ് കേക്ക് കട്ടിങ്ങും ട്രൈബ്സിക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഫയർ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഒട്ടും തന്നെ പറ്റുന്നുണ്ടായിരുന്നില്ല. ഒരു സൈഡിൽ വേദന സഹിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു ഞാൻ. അത് കണ്ട അവിടുത്തെ ചേട്ടൻ അവിടുത്തെ എന്തോ തൈലം വെച്ചിട്ട് എനിക്ക് മുതു തടകി തരുന്നതാണ് നിങ്ങൾ ആദ്യം കണ്ടത്. ബാക്കി അടുത്ത വീഡിയോ കാണാട്ടോ.